ഓം ശാന്തി. പലപ്പോഴും പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, എൻ്റെ ഈ സങ്കടത്തിന് എന്നാ ഒരു അവസാനം ഉണ്ടാവുക? എത്രയാ ഞാൻ കഷ്ടപ്പെടുന്നത്, എന്നാ എനിക്ക് കഷ്ടപ്പാടുന്നൊരു മോചനം കിട്ടുക? കുറേ ആയി ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെൻ്റെ ജീവിതത്തിൽ ദുഃഖമില്ലാതെയാകും? ഇങ്ങനെ നിരവധി പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത്. ഇതിന് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ കഥയിലൂടെ ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഒരിക്കൽ ഋഷഭ് എന്ന ഒരു കുട്ടി അവൻ്റെ അച്ഛനും അനിയത്തിയും അമ്മയൊക്കെ കൂടി കാറിൽ യാത്ര ചെയ്യുമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കൊച്ചു കുടുംബം ഒരു യാത്രക്കിടയിൽ ഉണ്ടായതായിട്ടുള്ള കാർ അപകടത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും മരിച്ചു. അവൻ മാത്രം ഒറ്റയ്ക്കായിപ്പോയി. അവന് ജീവിതത്തിൽ ഇനി ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാത്ത ഒരു നിമിഷം. ആരൊക്കെയോ ചേർന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ കുറച്ച് ദിവസം അവന് കൂട്ടായിട്ട് അവൻ്റെ ഇളയമ്മ ഇളയച്ചൻ ഓരോരുത്തരൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ അവന് തോന്നിപ്പോയി, ഇനി അങ്ങനെ ഓരോരുത്തരെ കഷ്ടപ്പെടുത്തി എത്ര കാലം ജീവിക്കാം, അതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകാം എന്തായിരിക്കുന്ന വിചാരത്തിൽ അവനൊരു ചെറിയ കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ജോലിക്ക് പോവും. രാത്രി വീട്ടിൽ വരുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ വീർപ്പുമുട്ടലിൻ്റെ സങ്കടം ഒന്നും അവന് സഹിക്കാനാവുന്നില്ല. എന്നാലും ആരെയും കഷ്ടപ്പെടുത്തരുത് എന്നതായിട്ട് അവൻ്റെ ബോധം ഒരു ഭാഗത്ത്. അതുകൊണ്ട് രാത്രി വരും, വീട്ടിലുറങ്ങും, രാവിലെ എഴുന്നേൽക്കും, ജോലി സ്ഥലത്ത് പോവും. വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അവന് സങ്കടത്തിൻ്റെ മല വന്ന പോലെ തോന്നുമായിരുന്നു. കാരണം ദുഃഖത്തിൻ്റെ മല തലയിൽ വീണതെല്ലാം ആ നിമിഷം അവന് ഓർമ്മ വരും. അങ്ങനെ കുറച്ചു കാലം അവൻ ജോലിക്ക് പോയി വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം രാത്രി അവൻ ഷോപ്പിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു അമ്മപ്പട്ടിയും ഒരു നായക്കുട്ടിയും കൂടി റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. അതിലെ പാഞ്ഞു വന്നതായിരിക്കുന്ന ഒരു കാറ് അതിലെ അമ്മപ്പട്ടീനെ ഇടിച്ചു വീഴ്ത്തി അത് അവിടെ തന്നെ പെടഞ്ഞു മരിച്ചു. അമ്മ മരിച്ചുപോയ ആ കുഞ്ഞു നായക്കുട്ടി കരഞ്ഞുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇവന് ആ പഴയ സ്മൃതിയൊക്കെ അങ്ങനെ ഓർമ്മ വന്നു. അച്ഛനും അമ്മയും അനിയത്തിയുടെയും ബോഡി കൊണ്ടുപോകുന്ന നിമിഷം അവൻ വിങ്ങിപ്പൊട്ടിയോ ആരുമില്ല എന്ന് കരഞ്ഞതായിട്ടുള്ള വേദന. ഒരിക്കൽ കൂടി അതേ ദുഃഖം അതേ വേദന അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. അവൻ ആ പാവം നായക്കുട്ടീനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മനസ്സിൽ അവന് തോന്നിപ്പോയി, ഞാനും ഈ നായക്കുട്ടി ഒരുപോലെയാണ്, ഇതിനും ആരുമില്ല, എനിക്കും ആരുമില്ല. അങ്ങനെ സ്നേഹത്തോടു കൂടി അവന് നായക്കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. അത് രാത്രിയിൽ അവൻ്റെ കൂടെ കിടക്കാൻ തുടങ്ങി. അവരൊന്നിച്ച് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകിട്ടി എന്ന ഒരു ഫീലിംഗ് അവന് വന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടെ കുറച്ച് നാൾ അവൻ ജീവിച്ചു. ഒരു 5-6 മാസം കഴിഞ്ഞു. നായക്കുട്ടി ഒരുവിധമൊക്കെ വലുതായി. രാവിലെ നേരത്തെ നായക്കുട്ടിയുടെ കഴുത്തിലൊരു ചങ്ങലയിട്ട് നായയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വാക്കിങ്ങിന് പോകുമ്പോൾ അവന് ഭയങ്കര സന്തോഷം അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ നായയും കൂട്ടി വാക്കിങ്ങിന് പോകും, കളിക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ പ്രഭാത സവാരിക്ക് വേണ്ടി തൻ്റെ കയ്യിൽ നായക്കുട്ടിയുടെ ചങ്ങലയും പിടിച്ചുകൊണ്ട് അവനും നായക്കുട്ടിയും കൂടെ റോട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് ഒരു ചെറിയ പൂച്ച അതിൽ ചാടി വന്നു. ഈ പൂച്ചയെ പിടിക്കാൻ വേണ്ടി നായക്കുട്ടി പൂച്ചയുടെ പിന്നാലെ ഓടി. അവൻ എത്ര പിടിച്ചു വലിക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അതിനെ പിടിച്ച് രക്ഷിക്കാൻ കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റിയില്ല. ആ നായ എവിടേക്കോ ആ പൂച്ചയുടെ പിന്നാലെ ഓടിപ്പോയി. അവൻ കുറേ തിരഞ്ഞു നോക്കി, നായയുടെ പിന്നാലെ ഓടി നോക്കി, കാത്തിരുന്ന് നോക്കി. അന്ന് വൈകുന്നേരം വന്നപ്പോൾ വീട്ടിൽ കുറേ കൂടെ ഒറ്റപ്പെടൽ അവന് അനുഭവപ്പെട്ടു. ഭയങ്കര സങ്കടം തോന്നി. നായ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അവന് സങ്കടമായി. അവൻ കുറേ കരഞ്ഞു. രാത്രി ഉറക്കം വന്നില്ല. 3-4 ദിവസങ്ങൾ അങ്ങനെ സങ്കടപ്പെട്ട് കഴിയുക. അവൻ വിചാരിച്ചു, ഒരു പക്ഷേ ആ നായക്കുട്ടി ഇടയ്ക്ക് എൻ്റെ അടിയിലേക്ക് വരരുതായിരുന്നു, അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും വേദന, ഒരിക്കൽ കൂടി വേർപാടിൻ്റെ വേദന താങ്ങാൻ എനിക്ക് സാധ്യമല്ല എന്നൊക്കെ അങ്ങനെ വിഷമിച്ച് കരഞ്ഞു. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം രാത്രി അവന് ഉറക്കം ശരിക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ പ്രഭാത നേരത്തെ അവൻ ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങിപ്പോയി. നോക്കുമ്പോൾ വീടിൻ്റെ വാതിൽക്ക് വന്ന് ആരോ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ആര് കോളിംഗ് ബെൽ അടിക്കാനാ എന്ന് വിചാരിച്ച് അവൻ പോയി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. കയ്യിൽ അവൻ്റെ നായ ചങ്ങലക്കിട്ടതും കൊണ്ട് വരുന്നുണ്ട്. അവൻ്റെ നായ അവനെ കണ്ടതോടുകൂടി ചാടി അവൻ്റെ കാൽക്ക് വന്നു, സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി, അവനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അവന് വീണ്ടും അവൻ്റെ സ്വർഗം തിരിച്ചു കിട്ടിയ പോലെ തോന്നി. ആ നായയെ സ്നേഹിച്ചു. ആ പെൺകുട്ടിയോട് നന്ദി പറഞ്ഞു, പരിചയപ്പെട്ടു. അവളുടെ പേര് റിയ എന്നായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയും അവനും കൂടി ഭയങ്കര ഫ്രണ്ട്സായി. 2 പേരും കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. കല്യാണം കഴിച്ചു. സന്തോഷമായിട്ട് ജീവിതത്തിലേക്ക് ഒരു മോൻ ജനിച്ചു. അവൻ തോന്നിപ്പോയി, വീണ്ടും എൻ്റെ ജീവിതത്തിലെ സ്വർഗം എനിക്ക് തിരിച്ചു വന്നു എന്ന സന്തോഷത്തോടു കൂടെ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മകന് സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസം സ്വന്തം കാറിൽ മകനെ ഇരുത്തിക്കൊണ്ട് അച്ഛൻ പോകുന്ന സമയത്ത് വീണ്ടും ആ കാറിനൊരു ആക്സിഡൻറ്റ്. പിന്നിൽ നിന്നൊരു കാറ് വന്ന് ഇടിച്ചു. ഇവൻ്റെ കാറ് മുന്നിലുള്ളതായിരിക്കുന്ന ട്രക്കിൽ പോയിട്ട് ജാമായി.
അങ്ങനെ അവന് വീണ്ടും പരിക്കേറ്റു ഹോസ്പിറ്റലിലായി. നട്ടെല്ലിന് പരിക്കേറ്റ് അവൻ്റെ അടുത്തേക്ക് ഭാര്യ സ്നേഹത്തോടെ ഓടി വന്നു. ഡോക്ടർ പറഞ്ഞു നട്ടെല്ലിൻ്റെ പരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ സ്കാനിങ് റിപ്പോർട്ടുമായി വന്ന ഡോക്ടർ അവൻ്റെ അടുത്ത് പറയുകയാണ്, താങ്കൾക്ക് 2 വാർത്തയുണ്ട്, ഒരു സന്തോഷ വാർത്തയാണ്, ഒരു ദുഃഖ വാർത്തയാണ്, രണ്ടിലേതാണ് ആദ്യം കേൾക്കേണ്ടതെന്ന്. അവൻ പറയും, ആദ്യം ദുഃഖ വാർത്ത തന്നെ ആയിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളേ ഉണ്ടായിട്ടുള്ളൂ, ഇത്രയ്ക്കൊക്കെ പരീക്ഷിക്കണോ ഭഗവാൻ എന്നെ എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടം മുഴുവൻ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും, ദുഃഖ വാർത്ത നിങ്ങളുടെ നട്ടെല്ലിൽ ക്യാൻസറിൻ്റെ ആരംഭമായിരിക്കുന്നുവെന്ന്. അപ്പോൾ അവൻ കുറേയും കൂടി ഡെസ്പായി പോയി. അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിക്കുകയാണ്, എനിക്ക് സന്തോഷ വാർത്ത കേൾക്കണ്ടേ എന്ന്. അപ്പോൾ പറയും, സന്തോഷ വാർത്ത കേട്ട് ഇനി എന്ത് ചെയ്യാനാണ്, ഇത്രയും മോശമായപ്പോൾ ഒരു ജീവിതത്തിൽ എനിക്കൊന്നും വരാനില്ല എന്ന്. അപ്പോൾ ഡോക്ടർ പറയും, അല്ല അത് കേട്ടു നോക്കാൻ പറയുകയാണ്. ഒരു പക്ഷേ ഇന്ന് ഈ ആക്സിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ ക്യാൻസറിൻ്റെ വളരെ ചെറിയൊരു തുടക്കം മാത്രമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് ചികിത്സിക്കാനും നിങ്ങൾക്ക് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് വരാനും സാധിക്കും. അതേസമയം ഇത് ഇന്ന് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ ഒരു സ്കാനിങ് ഇപ്പോൾ നിങ്ങളുടെ നട്ടെല്ലിന് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ക്യാൻസർ നിങ്ങളെ കൊണ്ടുപോയേനെന്ന്. വീണ്ടും അവൻ ഭഗവാൻ നന്ദി പറയുകയാണ്, ഈശ്വര എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ നീ ഇത് ചെയ്തത് എന്ന്. ഈ ഒരു ജീവിതത്തിൽ ദുഃഖവും സുഖവും മാറി 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 എല്ലാ മനുഷ്യന്മാർക്കും വരുന്ന അവസ്ഥയാണ്. ദുഃഖം വരുമ്പോൾ മനുഷ്യന്മാർ ഭഗവാൻ്റെ അടുത്ത് ചോദിക്കും, ഭഗവാനെ ഞാൻ മാത്രമാണോ നിൻ്റെ പരീക്ഷണ വസ്തു, നിനക്ക് എന്നെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എന്തുകൊണ്ടാണ് എന്നോട് മാത്രം നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്നൊക്കെ ചോദിക്കും. വാസ്തവത്തിൽ ഈ കലിയുഗത്തിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. വേനലും മഞ്ഞും മഴയും പോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നതായിട്ടുള്ള കാലഘട്ടമാണ് കലിയുഗത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ ദുഃഖമില്ലാതാക്കാൻ ഒരൊറ്റ പോംവഴിയേ നമുക്ക് പറ്റുള്ളൂ, ദുഃഖത്തെ കൂടി സുഖത്തിലേക്ക് മാറ്റാൻ പഠിക്കണം. സുഖത്തെ ദുഃഖമായിട്ട് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദുഃഖത്തിൻ്റെ ദിനങ്ങൾ വളരെ വേഗം നമ്മളെ വിട്ടുപോകും. ദുഃഖം പോലും സുഖമായിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അത്തരം അവസ്ഥകൾ കടന്നു പോയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളെയൊക്കെ തന്നെ സുഖത്തിലേക്ക് മാറ്റിമറിച്ച് അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച സമയത്ത് പലപ്പോഴും ഓരോ അവസ്ഥ കഴിയുമ്പോഴും ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് നന്ദി പറയാനുള്ളതായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടപ്പാടിനെ മാറ്റിയിട്ട് ദുഃഖങ്ങളില്ലാതാക്കിയിട്ട് പ്രശ്നങ്ങളില്ലാതായിട്ട് ആർക്കും സന്തോഷമായിരിക്കാനാവില്ല. അതേസമയം ദുഃഖത്തെ കൂടി സുഖത്തിലേക്ക് മാറ്റാനുള്ള മനോഭാവത്തെ ഡെവലപ്പ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ ശക്തിശാലിയാക്കി ഈശ്വരനോട് കുറേയും കൂടി അടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഭഗവാന്റെ ഡയറക്ഷൻ അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇത്തരത്തിൽ അഥവാ നിങ്ങളെ മരണം കൊണ്ടുപോകാനുള്ള സാഹചര്യമാണെങ്കിൽ ഒരു കൊച്ചു ആക്സിഡൻറ്റ് കൊണ്ട് ആ മരണത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരദാനമായി തിരിച്ചു വരാനാകും. അതുകൊണ്ട് എൻ്റെ ദുഃഖം എന്ന് തീരുമെന്ന് ചോദിക്കാതെ എൻ്റെ ഈ ദുഃഖം കൂടി സുഖത്തിലേക്ക് മാറ്റാനുള്ളതായിരിക്കുന്ന അനുഗ്രഹം തരണേ എന്ന് ഭഗവാനോട് ചോദിച്ചാൽ ആ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്താൽ ഒരിക്കലും ദുഃഖമില്ലെന്നും തോന്നുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് ദുഃഖം നമുക്കില്ലാതാകുന്നത് ഈ ലോകത്തിലെ സാധനങ്ങളുടെ ഉയർച്ച താഴ്ചകളുടെ ആധാരത്തിൽ, സ്ഥാനമാനങ്ങളുടെ ആധാരത്തിൽ, മാനത്തിൻ്റെയും അപമാനത്തിൻ്റെ ആധാരത്തിൽ, ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെ ആധാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കളിക്കുന്ന മനസ്സിനെ ഏകാഗ്രമായിക്കൊണ്ട് ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാത്തിലും നന്മ കണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയ ദുഃഖം ആ നിമിഷം ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖവും അവിടെ അവസാനിച്ചിരിക്കും. അതുകൊണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഭഗവാനെ കൂട്ടാക്കിക്കൊണ്ട് മനസ്സിനെ ഏകരസമാക്കി ഏകാഗ്രമാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.